പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പരസ്യമായി മദ്യപിച്ചത് എന്താണ് അതിന് പറയുന്നത്? അത് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എൻക്വയറി കണ്ടെടുത്ത് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുന്നത്. അവർക്കെതിരെ ഒരു കേസ് എടുത്തില്ല, പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികൾ ഇത്തരത്തിൽ കുറ്റവാളികൾ ഇത്തരത്തിൽ മദ്യപിച്ചതിൽ അവർക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അത് നമ്മൾ നോക്കിയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. സംഭവിച്ചിട്ട് ഒരുപാടായല്ലോ, ഒരു മാസം, അത് ജൂൺ 17 സംഭവിച്ചതാണ്. ഇത് ഓഗസ്റ്റ് മാസത്തിൽ ഇത്രയും കാലതാമസം ഉണ്ടാകും. അപ്പം മദ്യപിച്ചതാണ്, അതിന്റെ തെളിവ് ശേഖരിക്കാൻ പോലും ഇനി സാധിക്കും. എന്താണ് കാര്യത്തിൽ വലിയ വീഴ്ചയാണ്? അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിട്ട് അത് ആക്ഷൻ എടുക്കുന്നതാണ്. പരാതി കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പരാതി ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പരിശോധിച്ച് നടപടി എടുക്കുന്നതാണ്. ഇതിൽ പല തവണ ഇതുപോലെ മദ്യപാനം ഉണ്ടായതായിട്ട് പോലീസിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യമല്ലേ? അതിന് തീർച്ചയായിട്ടും നമുക്ക് അതിൽ എവിടെ വീഴ്ചകളുണ്ടോ അവിടെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാം നമ്മളിലേക്ക്. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും ഈ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രൈവറ്റ് ബസ്സുകളിൽ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിലൊക്കെ കൂടുതൽ ആക്ഷൻസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആക്കാനുള്ളൊരു തീരുമാനം എന്തെങ്കിലും ഉണ്ടാവും? നമുക്ക് ഇതിൽ എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിനെ നമ്മളതിൽ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്ന നമ്മൾ. ഇന്നത്തെ സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാവുന്നുണ്ട്, ഈ സംഭവം അടക്കം. ഇല്ല, ഞാൻ വന്നത് ഇവിടെ ഞങ്ങൾ ഓഫീസേഴ്സിന് കാണാൻ വേണ്ടിയും അവരുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ വേണ്ടിയും പൊതുകാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അടുത്തേക്ക്. സാർ, ഇങ്ങനെ ഇത്തരം ക്രിമിനൽ കേസുകളെ പ്രതികൾക്ക് കോടതി പോകുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഈ ചില പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെ സെക്യൂരിറ്റിയായി നിയമിക്കുന്നു. അങ്ങനെ ഒരു ഇവരുമായിട്ട് അത്ര ബന്ധമുള്ള ആളുകളെയാണ് സെക്യൂരിറ്റി ആയിട്ട് വിടുന്നത് എന്നൊരു ആരോപണമുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ പറ്റിയിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതല്ല കമ്മീഷൻ. താങ്ക് യു. അതിന് നമ്മുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ചെയ്യുന്നുണ്ടല്ലേ. അല്ല, നമ്മളിതിൽ ആവശ്യമുള്ള സയന്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.